ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ ഇന്നത്തെ രാശിഫല പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ഇന്നത്തെ ശുഭകരമായ പഞ്ചാംഗം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നാൽ അതിനു മുമ്പ് നമ്മുടെ ഈ ആത്മീയ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ ജയ് ശ്രീറാം എന്നോ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് തിങ്കളാഴ്ച 2026 ജൂലൈ 6. ഇന്ന് ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ഠി തിഥിയാണ്. ഷഷ്ഠി തിഥി കർമ്മശേഷിയും വിജയവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇന്ന് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഇത് മനസ്സിന് ശാന്തത നൽകുന്നു. ഉച്ചയ്ക്ക് 3:51 വരെ സൗഭാഗ്യയോഗമുണ്ട്. ഇത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നു. ഇന്ന് സൂര്യോദയം രാവിലെ 5:46 സൂര്യാസ്തമയം വൈകുന്നേരം 7:17 രാവിലെ 7:28 മുതൽ 9:09 വരെ രാഹുകാലം ആയതിനാൽ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുക. ഇന്നത്തെ ഏറ്റവും ശുഭകരമായ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:05 മുതൽ 12:59 വരെ ആയിരിക്കും. നമ്മുടെ ഈ താരസിതാര കുടുംബം വളരാനും കൂടുതൽ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന ചെയ്ത് ഞങ്ങളെ സഹായിക്കാം. ഒരു ചെറിയ സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും മാത്രം മതി ഞങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഈശ്വരനാമത്തിൽ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേഡം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ദിവസമാണ്. മീനം രാശിയിലേക്ക് ചന്ദ്രൻ പ്രവേശിക്കുന്നതോടെ ജീവിതത്തിൽ വരുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ നിങ്ങൾ പൂർണ്ണസജ്ജരും ആത്മവിശ്വാസമുള്ളവരുമായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം സാമ്പത്തികമായി വളരെ സുസ്ഥിരമായ ഒരു ഭാവി നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുകയും വലിയൊരു ബോണസ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് കൈവരികയും ചെയ്യും. ചിലർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് കറുപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഉച്ചയ്ക്ക് 3 മുതൽ 4 വരെയുള്ള സമയം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം ശനി ഗ്രഹത്തിൻ്റെ സ്വാധീനം ശക്തമായിരിക്കും. അതിനാൽ ഒരു ചെറിയ വിശുദ്ധ വസ്തുവോ യന്ത്രമോ കൈവശം വെക്കുന്നത് തടസ്സങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. ഇത് നിങ്ങൾക്ക് വലിയ മാനസിക ഉന്മേഷം നൽകും. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഏതെങ്കിലും സാമൂഹിക ഒത്തുചേരലുകളിൽ തിരക്കിലായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയേക്കാം. കാരണം ഈ ഒത്തുചേരൽ നിങ്ങളുടെ ഒരു പ്രധാന ബിസിനസ് കരാർ ഉറപ്പിക്കാനോ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് ലഭിക്കാനോ വഴിയൊരുക്കിയേക്കാം. മാത്രമല്ല, ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരാളെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുമുണ്ട്. സാഹചര്യം എന്തുതന്നെയായാലും നിങ്ങളുടെ വ്യക്തിജീവിതത്തിലോ തൊഴിൽ ജീവിതത്തിലോ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതിനാൽ ഇന്നത്തെ സാമൂഹിക ഒത്തുചേരലുകളിൽ ഒഴിവാക്കരുത്. ഒരു ചെറിയ കരാർ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ മാനസിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് അല്പനേരം വിശ്രമിക്കുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യുക. പ്രിയ മിഥുനം രാശിക്കാരെ, പുതിയ തുടക്കങ്ങളും സാധ്യതകളും നിറഞ്ഞ ഒരു ശോഭനമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യകരമായ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിൽ ഒരു അപരിചിതനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരാളോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയേക്കാം. ആ വ്യക്തി നിങ്ങളെക്കാൾ മുതിർന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അവരോട് തുറന്നു പറയുക. കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അവരുടെ ഉദ്ദേശ്യങ്ങളെ സംശയിക്കരുത്. അവർ നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്.
താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് പോസിറ്റീവ് ഊർജം ലഭിക്കാൻ ഇന്ന് നിങ്ങൾ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുയോജ്യമാണ്. വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനത്താൽ 2026-ൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. അതിനാൽ നിങ്ങളുടെ സ്ഥലത്ത് ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ സൂക്ഷിക്കുന്നത് സ്ഥിരമായ സമൃദ്ധി ആകർഷിക്കാൻ സഹായിക്കും. പരിഹാരം വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം ഇന്ന് നിങ്ങളുടെ മനസ്സിൽ വൈകാരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം. കുടുംബത്തിലെ ആരെങ്കിലും നിങ്ങളെ നിരാശപ്പെടുത്തിയാൽ അവരെ രൂക്ഷമായി വിമർശിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത്തരം പെരുമാറ്റം ഒഴിവാക്കി ശാന്തവും എന്നാൽ ഫലപ്രദവുമായ രീതിയിൽ നിങ്ങളുടെ വികാരങ്ങൾ അവരോട് പങ്കുവെക്കുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇത്തരത്തിലുള്ള തുറന്ന സംഭാഷണങ്ങൾ തെറ്റുകൾ തിരുത്താൻ സഹായിക്കുന്നു. എന്നാൽ കടുത്ത വാക്കുകൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് മാത്രമേ വഴിവെക്കൂ. ഇന്ന് ഉച്ചയ്ക്ക് 4:30 മണിക്ക് മുമ്പുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഇന്ന് ചുവപ്പ് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം വ്യാഴം ഗ്രഹം രോഗശാന്തി നൽകുന്ന ഊർജം സജീവമാക്കിയുന്നതിനാൽ ധ്യാനത്തിലൂടെയും ശരിയായ മാർഗനിർദ്ദേശങ്ങളിലൂടെയും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. പരിഹാരം: ഇന്ന് പഴയ സുഹൃത്തുക്കളെ കണ്ട് സംസാരിക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷയും ഉന്മേഷവും നിറയ്ക്കുന്നു. ഈ ഊർജം നിങ്ങളുടെ ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. പ്രശ്നങ്ങളെ അവഗണിക്കുന്നത് അവ പരിഹരിക്കാൻ സഹായിക്കില്ലെന്ന് ഓർക്കുക. ജീവിതത്തിലെ വെല്ലുവിളികളെ നിങ്ങളുടെ കരുത്താക്കി മാറ്റി ശരിയായ ദിശയിൽ മുന്നേറുക. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ അതൃപ്തികളെ മാറ്റിവെച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള സമയമാണിത്. ഇന്ന് ഉച്ചയ്ക്ക് 4:20 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും മികച്ചതായിരിക്കും. അതിനാൽ നിങ്ങളുടെ ജോലികൾ ഈ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ന് മഞ്ഞ നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം രാഹു നിങ്ങളുടെ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നതിനാൽ നിങ്ങളുടെ ഊർജം സംരക്ഷിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഒരു പ്രത്യേക രത്നമോ അല്ലെങ്കിൽ പവിത്രമായ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: ഇന്ന് ഒരു നല്ല പുസ്തകം വായിക്കുക. പ്രിയ കന്നി രാശിക്കാരെ, പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ല ദിവസമാണ്. മീനം രാശിയിൽ ചന്ദ്രൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഇത്തരം ഒത്തുചേരലുകളിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിച്ചേക്കാം. ഒരാളുടെ സാമീപ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ മടിക്കാതെ മുന്നോട്ട് പോകുക. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നത് അനുസരിച്ച് ഈ പ്രണയബന്ധത്തിനായി നിങ്ങളെടുക്കുന്ന എല്ലാ പരിശ്രമങ്ങളും നല്ല ഫലം നൽകും. വാരാന്ത്യത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നല്ല സമയം ചെലവഴിക്കുക. ഒരു ചെറിയ യാത്ര പോലും നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പ്രധാനപ്പെട്ട കാര്യം 5 മണി മുതൽ 6 മണി വരെ ആസൂത്രണം ചെയ്യുക. തവിട്ട് നിറം ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം ശനിയുടെ സ്വാധീനം കൂടുതലായതിനാൽ അത് കുറയ്ക്കാൻ ഒരു രത്നമോ പ്രത്യേക വസ്തുവോ ധരിക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് പുതിയൊരു ഹോബി തുടങ്ങാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം ഇന്ന് നിങ്ങളുടെ ചിന്തകളിൽ വലിയ വ്യക്തത കൊണ്ടുവരുന്നു. ഇത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. കാരണം ഗൗരവകരമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. തൊഴിൽ മേഖലയിലുള്ള നിങ്ങളുടെ അസ്വസ്ഥതകൾ ഇന്ന് മാറിത്തുടങ്ങും. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വീട്ടിൽ സമാധാനവും ഐക്യവും നിലനിർത്താനും ഇത് വളരെ നല്ല സമയമാണ്. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകും. അതിനാൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ക്രമീകരിക്കുക. 2026-ലെ ശനിയുടെ ശക്തമായ ഊർജത്തെ സന്തുലിതമാക്കാൻ ഒരു രത്നമോ യന്ത്രമോ ഉപയോഗിക്കുക. പരിഹാരം: ദിവസവും വ്യായാമം ചെയ്യുക.
പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രൻ്റെ സംക്രമണം നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലോ തൊഴിൽ ജീവിതത്തിലോ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇത് നിങ്ങളുടെ ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാരണം നിങ്ങൾ അല്പം ആശയക്കുഴപ്പത്തിലായേക്കാം. എങ്കിലും താര സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് ആദ്യം മനസ്സിനെ ശാന്തമാക്കുക, തുടർന്ന് ഓരോ കാര്യങ്ങളും സാവധാനം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യവും പോസിറ്റീവ് ഊർജവും നൽകും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ശനി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളെ പരീക്ഷിക്കുന്നതിനാൽ വ്യക്തതയ്ക്കായി ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം: മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, മീനം രാശിയിലെ ചന്ദ്രൻ്റെ സ്ഥാനം നിങ്ങളിൽ പലർക്കും നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നു. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ ദിവസം ഒരു നല്ല തുടക്കത്തോടെ ആരംഭിക്കുക. ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരുമായോ കുടുംബാംഗങ്ങളുമായോ ഉള്ള പഴയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇന്ന് തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഒരു വർക്ക് കോൺഫറൻസോ സെമിനാറോ നിങ്ങളുടെ കരിയറിന് വലിയൊരു കുതിച്ചുചാട്ടം നൽകും. അതിനാൽ അതിനായി നന്നായി തയ്യാറെടുക്കുക. ഇന്ന് പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ ശ്രദ്ധിക്കുക, കാരണം അത് നിങ്ങളുടെ കരിയറിന് വലിയൊരു ഗുണം ചെയ്യും. ഇന്ന് പച്ച നിറം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. വൈകുന്നേരം 4:30 മുതൽ 5:15 വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ വർഷം വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ ശക്തമാണ്. പുതിയ അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരു വിശുദ്ധ വസ്തു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു രത്നം ധരിക്കുകയോ ചെയ്യുക. പരിഹാരം: ഇന്ന് നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തിക്കായി നിങ്ങൾ സമയം ചെലവഴിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് പഴയ ബന്ധങ്ങൾ പുതുക്കുന്നതിനും പുതിയ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും ഇന്നത്തെ ദിവസം വളരെ മികച്ചതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരുടെ സാമീപ്യത്തിൽ ലഭിക്കുന്ന ആത്മബന്ധത്തിന് പകരം മറ്റൊന്നുമില്ല. അതിനാൽ ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കുക. രാഹുവിൻ്റെ ശക്തമായ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ ഊർജം ശുദ്ധീകരിക്കുന്നതിനായി ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുന്നത് നല്ലതാണ്. പരിഹാരം: മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഇന്ന് ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾക്ക് അല്പം വിഷമമോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ഒത്തുപോകുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. സ്വപ്നം കാണുന്നത് നല്ലതാണ്, എന്നാൽ അവ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്ന് ചിന്തിക്കാനും ഓർമ്മിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾ ചിട്ടയായി പ്രവർത്തിക്കുകയും ലക്ഷ്യബോധത്തോടെ മുന്നേറുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ് അല്ലാതെ മറ്റൊന്നും നിങ്ങളെ തടയില്ല. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇന്ന് വയലറ്റ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം ഏറ്റവും അനുയോജ്യമാണ്. നിങ്ങളുടെ ദീർഘകാല പരിശ്രമങ്ങളിൽ ശനി ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ സമർപ്പണം വർദ്ധിപ്പിക്കാൻ ധ്യാനമല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യുക. പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ഇന്ന് അല്പം ശ്രദ്ധിക്കുക. മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം ഇന്ന് നിങ്ങളുടെ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളെ അല്പം അസ്വസ്ഥനാക്കിയേക്കാം. അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ മൂലം ആവശ്യത്തിലധികം പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. എന്നാൽ വിഷമിക്കേണ്ട, കാരണം നിങ്ങളുടെ വരുമാനത്തിൽ വലിയ വർധനവ് ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനകൾ കാണുന്നുണ്ട്. സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ഒരു ബജറ്റ് തയ്യാറാക്കി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലം. ഇന്ന് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഈ വർഷം ശനിയുടെ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിനാൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ
ഒരു പ്രത്യേക രത്നമോ വസ്തുവോ കൂടെ കരുതുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് വീട്ടിൽ ആരോഗ്യകരമായ ഭക്ഷണം പാകം ചെയ്യുക.